ഇതെന്താ ഞങ്ങൾ ആക്രി പെറുക്കാൻ വന്നേക്കാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഇത് നമ്മുടെ ഒരു വെറൈറ്റി ഐറ്റം കൊണ്ട് വന്നേക്കാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ നല്ല മൂവിങ് ഉള്ള, ഞങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അത് സോഫ കം ബെഡാണ്. ഈ ബെഡിനെ കുറിച്ച് അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒന്ന് വിശദീകരിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ സ്ഥലമില്ലാത്ത ആളുകൾക്ക്, അതായത് വീട്ടിൽ രണ്ട് റൂം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റൂമുള്ള വീടുകളുണ്ടാവും. അവർക്ക് ചിലപ്പോൾ അതിഥികളൊക്കെ വരുന്ന വീടായിരിക്കും, പക്ഷേ അവർക്ക് കിടക്കാനും ഇതിനൊന്നും സ്പേസ് ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. കാരണം വിരുന്നുകാർ വരുമ്പോൾ, അതായത് വീട്ടിലോട്ട് അതിഥികൾ കയറി വരുമ്പോൾ അവർക്ക് 3-4 പേർക്ക് സുഖമായിട്ട് ഇതിൽ ഇരിക്കുകയും ചെയ്യാം. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇതിൽ കിടക്കുകയും ചെയ്യാം. അതാണ് ഈ സോഫയുടെ പ്രത്യേകത. അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്. ഈ സോഫയുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീശാം വുഡാണ് കേട്ടോ. ശീശാം വുഡ് എന്ന് കരുതി ഇത് വെയിറ്റ് കുറഞ്ഞല്ല കേട്ടോ. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 101 കിലോ ആണ് ഇതിന്റെ വെയിറ്റ്. നല്ല കനമുള്ള ഐറ്റാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ള ഒരു വീഡിയോയുടെ താഴെ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പ്രൊഡക്റ്റിന്റെ ലിങ്കും അതുപോലെ പ്രൊഡക്റ്റിന്റെ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന അന്നത്തെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ആമസോൺ വഴിയും ഫ്ലിപ്കാർട്ട് വഴിയും എല്ലാം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. ഫ്ലിപ്കാർട്ട് വഴി ആമസോൺ വഴി നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓഫർ കിട്ടുന്നുണ്ട്. കൂടാതെ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് 4000-5000 രൂപ ഉണ്ടാവും കേട്ടോ. ഇതിന് 3 വർഷത്തെ വാറണ്ടി ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് ബെഡിൻ്റെ മോൾ ഭാഗവും താഴ്ഭാഗമൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഫ്രഷ് ആയിട്ട് സാധനം വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസിങ്ങും ഓപ്പണും ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ലൂസായി കിട്ടും. അതുകൊണ്ടാണ് അത് ബോൾസാണ് അതിൻ്റെ അകത്ത് വരുന്നത്. സൈഡിൽ റെയിലിൻ്റെ അവിടെ ബോൾസാണ്. അപ്പോൾ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താലേ നമുക്ക് ലൂസായി കിട്ടത്തുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി അതൊന്ന് ക്ലീൻ ചെയ്ത് ഞങ്ങളിത് മാട്രസ് കൊടുന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കസ്റ്റമറെ വിളിച്ച് വരുത്തി കാണിച്ചു കൊടുക്കുകയാണ് ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ ഏത് മാട്രസ് എവിടെയാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഫോട്ടോയിൽ നോക്കി കിട്ടും. അതായത് നിങ്ങൾ സൈറ്റിൽ ഓൺലൈനിൽ ലിങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, വീഡിയോ എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ആകുമ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്തവർക്ക് നേരെ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് അത് ഇങ്ങനെ വ്യക്തമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇതാണ് ഇപ്പോൾ ബെഡ് ടൈപ്പ്. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് സോഫയിലോട്ട് മാറ്റണം. അപ്പോൾ ഇനി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് സെൻറ്ററിലെ പീസ് എടുത്ത് മുകളിലോട്ട് വെക്കണം. പിന്നെ താഴെ കാലിൻ്റെ ഭാഗം വരുന്ന ഭാഗം നമ്മുടെ ബാക്ക് വശത്തോട്ട് വെച്ചിട്ട് ഈ ഒരു ഭാഗം പോർഷൻ ക്ലോസ് ചെയ്യുക. അതിന് ശേഷം അകത്തോട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ നമുക്കിത് നോർമൽ സോഫ മോഡലായി. ഇത്ര ഉള്ളത് ചെയ്യാൻ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. കുറവുള്ളവർക്ക്, ഇതാണ് ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞ്, സ്ഥലം തീരെ ഇല്ലാത്തവർക്കും 1-2 റൂമുള്ളവർക്കും ഒരുപാട് അതിഥികൾ വരുന്ന വീടുള്ളവർക്കും ഇത് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ നിങ്ങൾ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഒരുപാട് ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക്. കൂടാതെ ഞങ്ങളുടെ സൈറ്റ് വഴിയും ഞങ്ങളുടെ സ്റ്റോർ വഴിയും ഓർഡർ ചെയ്യാം. സ്റ്റോർ വരുന്നത് എറണാകുളത്ത് എടപ്പള്ളിയിലാണ്. ഡെലിവറി ഓൾ ഇന്ത്യ അവൈലബിൾ ആണ്. എറണാകുളത്ത് മാത്രമേ സ്റ്റോർ ഉള്ളൂ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. കേരളത്തിൻ്റെ എവിടെയാണെങ്കിലും ഞങ്ങളൊന്ന് ഫിറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ലിങ്കിൽ കയറി ധൈര്യമായി ഓർഡർ ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കസ്റ്റമർ പത്തനംതിട്ടയിൽ നിന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.